ഒരു റിലയബിൾ ആയിട്ടുള്ള റൈറ്റ് അല്ലേ? അതെ. വോൾവോ XC90. മാത്രമല്ല ഈ ഒരു വാഹനം വോൾവോ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആദ്യം ഓടിയെത്തുന്ന സേഫ്റ്റിയാണ്. അടുപ്പിച്ച് പറയാണ് 20 ലക്ഷം രൂപ. 20 ലക്ഷം രൂപയ്ക്ക് നമ്മൾ പുതിയ ഷേപ്പ് വണ്ടി സാധാരണ കിട്ടാറില്ല. വണ്ടിയാണ് 30,000 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ ലൈറ്റ് യൂസ് വാഹനം. വളരെ ലൈറ്റ് ആണ്. ഇന്റീരിയർ എക്സ്റ്റീരിയർ വെച്ച് നമ്മൾ ചോദിച്ചാൽ ആ 30,000 ക്വാളിറ്റി ഉണ്ട്. തീർച്ചയായിട്ടും. 11,50,000. 11.5 ലക്ഷം രൂപ. 2015 60,000 കിലോമീറ്റർ മാത്രം ഹിസ്റ്ററി. ഇത് ലാസ്റ്റ് 10 lakhs ആണെങ്കിൽ നമുക്ക് കൊടുക്കാം. 10 ലക്ഷം നെഗോഷ്യബിൾ ആയിട്ട് നെഗോഷിയേറ്റ് ചെയ്യാം. എന്തെങ്കിലും ചെയ്ത് കൊടുക്കാം. 80 lakhs ഓൺ റോഡ് ആയിക്കാം. 80 ലക്ഷത്തിന് ആ റേഞ്ച് വരുന്ന വണ്ടിയാണ്. ഫൈനലി നമുക്ക് 35 lakhs കൊടുക്കാം. ഓക്കെ. അതർ ഒറിജിനൽ കേരള ലോൺ കിട്ടാൻ നമുക്കൊരു 7 സീറ്റർ ഒരു പ്രിഫറബിൾ കാറാണ് X5. ഓക്കെ. ഒരു ഡ്രൈവിംഗ് പ്ലഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BMW-ലുണ്ട്. അത് X5 നമുക്കൊരു ഫീൽ ഉണ്ട്. ഡ്രൈവേഴ്സ് കാറാണ്. 14.5 ലക്ഷം രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം. ലൈറ്റ്ലി നെഗോഷ്യബിൾ അല്ലേ? അത് ഉറപ്പായിട്ട് ചെയ്യാം. നല്ലൊരു റേറ്റ് ആണ്. അതർ സ്റ്റേറ്റ് വണ്ടിയില്ല, ഒറിജിനൽ കേരള. നിങ്ങൾക്ക് നമ്പർ ആക്കേണ്ട ഒരു ചൊറയില്ല. ഹലോ ഗൈസ്, മലയാളം മീഡിയയിലെ ഒരു പ്രീമിയം എപ്പിസോഡിലേക്ക് എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പം നമ്മൾ വീണ്ടും എത്തിച്ചേർന്നിരിക്കുന്നു ലിങ്ക് ഫോർ യു ഗ്ലോബൽ ട്രിവാൻഡ്രം. ലിങ്ക് ഫോർ യുവിനെ കുറിച്ച് കൂടുതലായിട്ട് നമ്മൾ വിവരിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ വീഡിയോ സ്ഥിരമായിട്ട് വാച്ച് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഈ ഒരു ഷോറൂം തീർച്ചയായിട്ടും പരിചയമായിരിക്കും. ഒരുപാട് വാഹനങ്ങൾ, പ്രീമിയം ആയിക്കോട്ടെ, ഒരു മിഡിൽ ക്ലാസ് സെഗ്മെന്റ് ആയിക്കോട്ടെ, ഒരുപാട് വാഹനങ്ങൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നുണ്ട്. ഏകദേശം നമ്മൾ ഇവിടുത്തെ വീഡിയോ ചെയ്തിട്ട് വെറും 1 മാസമായിട്ടുള്ളൂ. അപ്പോഴത്തേന് സ്റ്റോക്കൊക്കെ ഇറങ്ങിപ്പോയിട്ട് പുതിയ സ്റ്റോക്ക് കയറിയിട്ടുണ്ട്. ബെൻസ്, BM, ഓഡി, റേഞ്ച് റോവർ, വോൾവോ തുടങ്ങിയ ഒരുപാട് വിവിധ ബ്രാൻഡുകളുടെ വാഹനങ്ങൾ ചെറിയ പ്രൈസിൽ 100% നമ്മൾക്ക് ഇവരെ ട്രസ്റ്റ് ചെയ്തിട്ട് വാഹനങ്ങൾ എടുക്കാം. അത് നിങ്ങൾക്ക് ഈ വീഡിയോ അവസാനം വരെ കണ്ടാൽ മനസ്സിലാവും. മാത്രമല്ല നമ്മൾ ഈ വീഡിയോ കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ ഈ ഷോറൂമിൽ നിന്ന് വാഹനം എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും അതിനൊരു ബിഗ് താങ്ക്സ് പറയാണ്. അപ്പോൾ നമുക്ക് ഒട്ടും തന്നെ സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോവാം. ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും പറഞ്ഞു തരാൻ പോകുന്നത് ഈ ഷോറൂമിന്റെ ഓണർ ആയിട്ടുള്ള റെജിൻ റഷീദൊക്കെയാണ്. ഇക്ക, മലയാളം മീഡിയയിലേക്ക് സ്വാഗതം. അൽഹംദുലില്ലാ, സുഖമായിട്ട് പോകുന്നു. എങ്ങനെയുണ്ട് നമ്മളിപ്പോഴത്തെ കച്ചവടം കാര്യങ്ങളൊക്കെ? മാഷാഅല്ലാ, നമ്മളെ കച്ചവടം നമ്മൾ കുറെ പ്രീമിയം കാർസ് ആണല്ലോ കൂടുതൽ ചെയ്തുകൊണ്ടിരുന്നത്. അതെ. അപ്പൊ നമ്മളെ ട്രെൻഡിനനുസരിച്ച് നമ്മളും സ്മോൾ സെഗ്മെന്റിലേക്ക് ഫുള്ള് ഫോക്കസ് ചെയ്ത് നമ്മൾ ആദ്യം വന്ന ടൈമിൽ ഫുള്ള് അപ്പർ പ്രീമിയം വാഹനങ്ങളാണ്. പ്രീമിയം വാഹനങ്ങളാണ് ഉള്ളത്. പക്ഷെ അതിപ്പോ ഒരു ബിസിനസ് സത്യം പറഞ്ഞാൽ വളരെ സ്ലോ ആണ്. അപ്പൊ അതിന്റെ പേരിൽ കസ്റ്റമറിന്റെ, അതായത് ട്രെൻഡ് വിത്ത് ദ മാർക്കറ്റ് എന്ന് പറയും. കസ്റ്റമറിന്റെ എന്താണോ ട്രെൻഡ് അതിനനുസരിച്ച് നമ്മൾ മൂവ് ചെയ്തേ പറ്റൂ. അപ്പൊ നമ്മളൊരു സെക്കൻഡ് പ്ലാൻ ബി ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഈ 25, 30, 35 ലക്ഷം രൂപയുടെ വണ്ടികൾ കുറച്ചും കൂടി സ്റ്റോക്സുകൾ നമ്മൾ എടുത്തു തുടങ്ങി. ഇപ്പൊ ഇവിടെ നമ്മൾ ഈ ഒരു ഷോറൂമിൽ ഏകദേശം എത്ര പ്രൈസ് മുതലാണ് വണ്ടികളുടെ റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്? നമുക്ക് 10 lakhs മുതൽ സ്റ്റാർട്ടിംഗ് ആണ്. 10 lakhs മുതൽ സ്റ്റാർട്ടിംഗ് ആണ്. ഓക്കെ. ഇപ്പൊ അത് മാത്രമല്ല 50 ലക്ഷം 60 ലക്ഷം വരെയുള്ള വണ്ടികളൊക്കെ നമ്മുടെ കയ്യിലില്ലേ? 60 ലക്ഷം ഉണ്ട്, 1 കോടി ഉണ്ട്, 2 കോടി രൂപയുണ്ട്. അപ്പൊ നമ്മൾ അതിന് പ്രത്യേക ഒരു ഷോറൂംസ് ഉണ്ട്. ആ ഷോറൂമിൽ അത് ഇട്ടിട്ട് ഇപ്പൊ ട്രിവാൻഡ്രത്ത് അത്യാവശ്യം നിങ്ങൾ ആ വീഡിയോ എല്ലാം ചെയ്തതിനു ശേഷം മലപ്പുറത്തുനിന്നും കാസർഗോഡും മലബാർ ഏരിയയിൽ നിന്നും ധാരാളം കസ്റ്റമർ ഇവിടെ അവിടെ നിന്ന് ട്രാവൽ ചെയ്ത് ഇവിടെ വന്ന് വണ്ടി എടുക്കുന്നുണ്ട്. ആൾക്കാർക്ക് മെയിൻ ആയിട്ട് ആവശ്യം ഒരു മിഡിൽ സെഗ്മെന്റിൽ വരുന്ന പ്രീമിയം വാഹനങ്ങളാണ്. അതെ. അപ്പൊ അവര് എന്തോ അൽഹംദുലില്ലാ ട്രസ്റ്റ് ഉള്ളതിന്റെ പേരിലാണ് ധാരാളം പേര് മലബാർ ഏരിയയിൽ നിന്ന് വന്ന് വണ്ടികൾ എടുക്കും. ഏകദേശം 15ഓളം വണ്ടികൾ നമ്മൾ ഈ 3 മാസം കൊണ്ട് ഈ സെഗ്മെന്റിൽ അൽഹംദുലില്ലാ കൊടുത്തു കഴിഞ്ഞു. നമ്മൾ ഈ ഒരു ഷോറൂമിൽ എന്ത് വിശ്വാസത്തിൽ നമ്മുടെ ഫോളോവേഴ്സിന് വണ്ടി കൊടുക്കാൻ സാധിക്കും? ഇല്ല, നമ്മളിപ്പോ വണ്ടികള് കസ്റ്റമേഴ്സ് നമ്മൾ ഇപ്പൊ വീഡിയോയിൽ ഒരു ഇൻഫർമേഷൻ പറയും, ഇന്ന വണ്ടിയിൽ ഇന്ന കാര്യമുണ്ട്, സർവീസ് ഹിസ്റ്ററി ഉണ്ട്. ഈ വരുന്ന കസ്റ്റമർ നമ്മൾ പറഞ്ഞാലും അവരേതായ രീതിയിൽ എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്യും. അപ്പൊ നമ്മൾ പറയുന്ന കാര്യവും ഇവർ ചെക്ക് ചെയ്യുന്ന കാര്യവും തമ്മിൽ ഓക്കെ ആവുമ്പോഴാണ് കസ്റ്റമർ വണ്ടി എടുക്കുന്നത്. അല്ലെങ്കിലും ആ കാര്യത്തിൽ നമുക്ക് ഒരു പരിധി വരെ ഈ പറഞ്ഞ കാര്യങ്ങൾ കീപ്പ് ചെയ്യാൻ വേണ്ടിട്ട് പറ്റുന്നുണ്ട്. ഗ്യാരണ്ടി ഉണ്ട്. ഇപ്പം കസ്റ്റമേഴ്സ് എടുത്ത ആൾക്കാർ തന്നെ ഷോറൂമിൽ വിളിച്ച് ചെയ്യാറുണ്ട്, അവരെ മെക്കാനിക്കിനെ കൊണ്ടുവരാറുണ്ട്, വണ്ടിയുള്ള ഫിസിക്കൽ ആയിട്ടുള്ള ഇൻസ്പെക്ഷൻ ചെയ്യാറുണ്ട്. ഇതെല്ലാം ചെയ്തിട്ട് തന്നെയാണ് ഒരു വണ്ടി എടുക്കുന്നത് അൽഹംദുലില്ലാ. പക്ഷെ അതിൽ നമ്മൾ പറഞ്ഞ കാര്യം ഇത് തമ്മിൽ വലിയ ഡിഫറൻസ് വരാതെ തന്നെയാണ് ഇതുവരെയും പോയിട്ടുള്ളത്. ഓക്കെ. അപ്പൊ ആ ഒരു ധൈര്യത്തോടു കൂടെ നമ്മുടെ ഫോളോവേഴ്സിന് ഈ ഒരു ഷോറൂമിൽ നിന്ന് വണ്ടി തരാൻ സാധിക്കും. മാത്രമല്ല, നിങ്ങൾ ഏത് വണ്ടി എടുക്കുകയാണെങ്കിലും ഷോറൂമിൽ നാളെ കൊടുത്തിട്ടോ അല്ലെങ്കിൽ അതിന്റെ ഓതറൈസ്ഡ് ഷോറൂം കൊണ്ടുപോയിട്ടോ അതിനൊക്കെയുള്ള ഫെസിലിറ്റി നിങ്ങൾ ചെയ്തു കൊടുക്കും. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ മലബാർ എന്നൊക്കെ കൊടുക്കുന്ന കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ അവർ ട്രസ്റ്റ് ചെയ്താണ് എടുക്കുന്നത്. അതെ. മെജോറിറ്റി കസ്റ്റമേഴ്സ് വന്ന് വണ്ടി കണ്ടിട്ടില്ല. അപ്പൊ നമുക്ക് അവർക്ക് സർവീസ് ഹിസ്റ്ററി ആദ്യം അയച്ചു കൊടുക്കും. എന്നിട്ട് വണ്ടിയുടെ ഫിസിക്കൽ ഇൻസ്പെക്ഷൻ വീഡിയോ കാര്യങ്ങൾ അയച്ചു കൊടുക്കും. ഇതെല്ലാം അയച്ചു കൊടുത്തതിന് ശേഷമാണ് അവർ അഡ്വാൻസ് ചെയ്യും. എന്നിട്ട് മെജോറിറ്റി കസ്റ്റമേഴ്സ് വന്നിട്ടില്ല, വണ്ടി അവിടെ വീട്ടിലെത്തുമ്പോഴാണ് അവർ സത്യം പറഞ്ഞാൽ കാണാതെ തന്നെ ധാരാളം ആൾക്കാർ മലബാറിന് പല വണ്ടി എടുത്തു 2-3 മാസമായിട്ട്. അത് നല്ലൊരു ഈ ഷോറൂമിന് നമുക്കൊരു നല്ലൊരു ബെനിഫിറ്റ് ആയിട്ട് തന്നെ കൂട്ടാം. ഓക്കെ. അപ്പൊ നമുക്ക് ഒട്ടും തന്നെ സംസാരിച്ച് ലാഗ് അടിപ്പിക്കാതെ ഇവിടുത്തെ ആ ഒരു മനോഹരമായ വാഹനങ്ങൾ നമുക്ക് പരിചയപ്പെടാം. കമോൺ ഗൈസ്. അപ്പൊ നമുക്ക് ആദ്യമായിട്ട് ബെൻസിന്റെ C ക്ലാസ്
സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഏകദേശം നമ്മുടെ കയ്യിൽ 3 വണ്ടി ഒരേപോലെ നിരന്ന് കിടക്കുന്നുണ്ട്. ആദ്യം നമുക്ക് ഈ ഒരു സാധനത്തിന് സ്റ്റാർട്ട് ചെയ്ത് ഏതാ മോഡല്? ഇത് വന്ന് 2016 മാനുഫാക്ചറിംഗ് മോഡലാണ്. 30,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. വെറും 30,000 ഓടിയിട്ടുള്ളൂ. ഡീസൽ ആണ്, വെസ്റ്റ് ബംഗാൾ രജിസ്ട്രേഷൻ ആണ്. ഇത് നമ്മുടെ ഈ വണ്ടി ഓടിയത് ട്രിവാൻഡ്രത്ത് തന്നെയാണ്. നമ്മുടെ തന്നെ ഒരു ക്ലയന്റിന്റെ വണ്ടിയാണ്. അത് നമ്മളിപ്പോ അദ്ദേഹം വാങ്ങിയിട്ട് നമ്മളൊന്ന് പുതിയൊരു C300 എന്നുള്ളൊരു വണ്ടി മേടിച്ചു. എക്സ്ചേഞ്ച് ചെയ്തിട്ടാണ് മെയിൻറ്റെയിൻ ബൈ മെഴ്സിഡസ് ബെൻസിൽ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. 30,000 കറക്റ്റ് സർവീസ് ഹിസ്റ്ററി, കറക്റ്റ് സർവീസ് ഹിസ്റ്ററി. കാരണം ഡീസലാണ്, മൈലേജ് അത്യാവശ്യം ഏകദേശം ഒരു നല്ല മൈലേജ് ഉള്ള വണ്ടിയാണ്. 17 ഇതിനൊരു 20 വരെ C220 നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ മൈലേജ് കിട്ടുന്നുണ്ട്. 20 വരെ മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. 30,000 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ ലൈറ്റ് യൂസ് വാഹനമാണ്. വളരെ ലൈറ്റ് ആണ്. ഇന്റീരിയർ എക്സ്റ്റീരിയർ വൈസ് നമ്മൾ ചോദിച്ചാൽ ആ 30,000 ക്വാളിറ്റി ഉണ്ട്. തീർച്ചയായിട്ടും വണ്ടി കാണുമ്പോൾ തന്നെ മനസ്സിലാവും. പിന്നെ മാത്രമല്ല ഒരുപാട് ഫീച്ചേഴ്സ്, ഡുവൽ സൺറൂഫ് ആണ്. ഈ 16 അവസാനമായിട്ട് വന്ന മോഡലാണ്. 16 ലാസ്റ്റ് മോഡൽ ആയതുകൊണ്ട് ഇതിനകത്ത് കുറെ ഇന്റീരിയർ ക്ലസ്റ്റേഴ്സിലും ധാരാളം ചേഞ്ചസ് ഉണ്ട്. ഡാഷ്ബോർഡ് ആയിക്കോട്ടെ ഇന്റീരിയർ ആയിക്കോട്ടെ എല്ലാം വ്യത്യാസം വരുന്ന ഒരു വാഹനമാണ്. മാത്രമല്ല ഒരു ക്യൂട്ട് വണ്ടിയാണ്. നമുക്ക് ഓവർ വലുപ്പമല്ല, പക്ഷേ നമ്മളൊരു ഫാമിലി യൂസിനൊക്കെ പറ്റിയ വണ്ടിയാണ്. C ക്ലാസ് എല്ലാവരും പ്രിഫർ ചെയ്യുന്ന തീർച്ചയായിട്ടും മെയിൻ്റെനൻസ് പൊതുവെ ഈ 2-3 മാസം നമ്മൾ 6 C ക്ലാസ് കൊടുത്തു. C ക്ലാസ് CLA ഒക്കെ നല്ല എൻക്വയറിയാണ്. CLA പക്ഷേ നമുക്ക് സ്റ്റോക്ക് കുറവാണ്. എല്ലാ C ക്ലാസും പോയി. ഇതെല്ലാം പുതുതായിട്ട് വന്ന ലേറ്റസ്റ്റ് സ്റ്റോക്സ് ആണ്. നമ്മളത് ഒരേപോലത്തെ 3 വണ്ടികളുണ്ട്. ഇത് രജിസ്ട്രേഷൻ വന്നിട്ട് ഇത് വെസ്റ്റ് ബംഗാൾ രജിസ്ട്രേഷൻ ആണ്. സെക്കൻഡ് ഓണർ ആണ്. എത്ര നമ്മൾ ആസ്ക് ചെയ്യുന്നത്? ഇത് ലാസ്റ്റ് ഫൈനൽ നമുക്ക് 19 lakhsന് കൊടുക്കാം. 19 ലക്ഷത്തിന് കൊടുക്കാം. നമ്മുടെ മലയിൽ മീഡിയ നിന്നാണ് വന്നെന്ന് പറഞ്ഞാൽ ചെറുതായിട്ട് എന്തെങ്കിലും ഞങ്ങളുടെ പ്രൈസ് എല്ലാം കസ്റ്റമേഴ്സ് അത് കണ്ടിട്ട് തന്നെയാണ് അവർ വിളിക്കുന്നത്. അവർ വിളിക്കുമ്പോൾ വന്ന് കാണുമ്പോഴും അവർക്ക് പ്രൈസ് ഓക്കെയാണ്. ചെറിയ നെഗോസിയേഷൻ ആകെ ചെയ്യും, അത്ര എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കണം. മാത്രമല്ല അത്യാവശ്യം നല്ല മൈലേജ് കിട്ടുന്ന ഒരു വണ്ടിയാണ്. അതാണ് ഇത് ഏറ്റവും വലിയ ഹൈലൈറ്റ്. പിന്നെ പൊതുവെ മെയിൻ്റെനൻസ് കുറവാണെന്നാണ് പറഞ്ഞു കേട്ടത്. മെയിൻ്റെനൻസ് കുറവാണ്. അതായത് ഒരു പീരിയോഡിക്കലി എവറി 10 to 15,000 കിലോമീറ്റർ ഒരു 40,000 rupees റേഞ്ചേ വരുള്ളൂ. പിന്നെ മേജർ സർവീസ് വരുന്നത് ഒരു 70,000-80,000 കിലോമീറ്റർ ആകുമ്പോൾ മേജർ സർവീസ് വരും. അതുവരെ നമുക്കൊരു 40,000 ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു വണ്ടി കേട്ടോ. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. അപ്പൊ അതേപോലെ വീണ്ടും C ക്ലാസ് നമുക്ക് കാണിക്കാം. ഇത് എത്രയാണ് മോഡല്? ഇത് 2015 ആണ്. തമിഴ്നാട് രജിസ്ട്രേഷൻ ആണ്. 1 ലക്ഷം കിലോമീറ്റർ ഓടി, 1,20,000 ഓടി എക്സാക്ട്ലി. അപ്പോൾ നമുക്കൊരു ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ തമിഴ്നാട്ടിലൊക്കെ അഡ്രസ് ഉള്ളവർക്ക് ഇത് കേരളത്തിൽ ഈ വണ്ടി ട്രിവാൻഡ്രത്ത് തന്നെ ഓടുന്ന വണ്ടിയാണ്. ഇത് ഇവിടെ തന്നെ വണ്ടിയാണല്ലേ? ഇതിനകത്ത് each and every എല്ലാ 10,000 കിലോമീറ്റേഴ്സിലും മെഴ്സിഡസിൽ സർവീസ് ചെയ്ത കംപ്ലീറ്റ് ബില്ലുണ്ട്. കറക്റ്റ് സർവീസ് ആണ്. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ അല്ലേ? ഇത് കറക്റ്റ് കിലോമീറ്റർ എത്രയാണ്? 1,20,000. 1,20,000. മേജർ സർവീസ് ഒക്കെ കഴിഞ്ഞാണോ? മേജർ സർവീസ് റെഗുലർലി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു കസ്റ്റമർ. ഇതെല്ലാം കസ്റ്റമേഴ്സിന്റെ വണ്ടിയാണ്. ട്രിവാൻഡ്രത്തിനുള്ള ഒരു എഞ്ചിനീയർ, സോഫ്റ്റ്വെയർ എഞ്ചിനീയറിന്റെ വണ്ടിയായിരുന്നു. നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കാം. പിന്നെ ഡുവൽ സൺറൂഫ്, അതേപോലെ തന്നെ പറഞ്ഞ ഡുവൽ സൺറൂഫ്, പനോരമിക് സൺറൂഫ് ആണ്. ബാക്കി ക്ലസ്റ്റേഴ്സ് എല്ലാം പുതിയ ഷേപ്പ് തന്നെയാണ്. ബാക്കി മെയിൻറ്റെയിൻഡ് ആണ്. ടയേഴ്സ് എല്ലാം ബ്രാൻഡ് ന്യൂ ആണ്. നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ക്ലയൻസ് ആണ്. നമ്മൾ ധൈര്യമായിട്ട് കൊടുക്കാം. ഇപ്പൊ TN രജിസ്ട്രേഷൻ ഉള്ളവർക്ക് അവിടെ വേണമെങ്കിൽ ലോണും ചെയ്യാം, അവർക്ക് ഉപയോഗിക്കാം, ലോൺ ചെയ്യാം, അങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. കാരണം നമ്മുടെ ട്രിവാൻഡ്രം എന്ന് പറഞ്ഞാൽ തമിഴ്നാട് ബോർഡറിന് അടുത്ത് കിടക്കുക. അപ്പൊ നമുക്ക് ധാരാളം തമിഴ്നാട് കസ്റ്റമേഴ്സ് ഉണ്ട്. തീർച്ചയായിട്ടും. അപ്പൊ എത്രയാണ് ഈ ഒരു മുതലിന് ആസ്ക് ചെയ്യുന്നത്? ഇത് ഫൈനൽ ലാസ്റ്റ് 16,50,000, 16 ലക്ഷം കിട്ടിയ ഫൈനൽ നമുക്ക് കൊടുക്കാനായിട്ട്. നേരിട്ട് വന്നാൽ ലൈറ്റ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ നമുക്ക് കുറച്ച് കൊടുക്കാം, ചെറുതായിട്ട് നെഗോഷിയേറ്റ് ചെയ്യാം. അപ്പൊ നെക്സ്റ്റ് ആയിട്ട് നമുക്കൊരു റയർ ഐറ്റം തന്നെ കാണിക്കാം. C ക്ലാസ്സിൽ എഡിഷൻ C. എഡിഷൻ C ഇതൊരു ലിമിറ്റഡ് എഡിഷൻ ആണ്. അതായത് 17 മാനുഫാക്ചറിംഗ് 18 രജിസ്ട്രേഷൻ ആണ്. ഇതിന്റെ ബമ്പേഴ്സ് ആയാലും മിറേഴ്സ് ആയാലും, കാരണം ആൾക്കാർ സാധാരണ വണ്ടി എടുത്തിട്ട് മോഡിഫിക്കേഷൻ ചെയ്യാറുണ്ട്. ചില ഇപ്പം ബമ്പർ ഒന്ന് ലിഫ്റ്റ് ചെയ്യും, മിറേഴ്സ് ഒക്കെ ചേഞ്ച് ചെയ്യും. ഇത് കമ്പനിയിൽ തന്നെ മെഴ്സിഡസിൽ തന്നെ ലിഫ്റ്റ് ചെയ്തിട്ട് വന്ന എഡിഷൻ C എന്നുള്ള വേർഷൻ, കമ്പനി തന്നെ കൊടുക്കുന്ന മെഴ്സിഡസിൽ നിന്നുള്ള എഡിഷൻ C എന്നുള്ള വേർഷൻ ആണ്. അലോയ്സ് ചേഞ്ചസ് ഉണ്ട്, ബമ്പേഴ്സ് ചേഞ്ചസ് ഉണ്ട്, മിറേഴ്സ് ചേഞ്ചസ് ഉണ്ട്, ഇന്റീരിയർ ക്ലസ്റ്റേഴ്സ് ചേഞ്ചസ് ഉണ്ട്, ഇന്റീരിയർ ചേഞ്ചസ് ഉണ്ട്. അപ്പൊ ഒരു റയർ കളക്ഷൻ ആണ്. കേരള വണ്ടിയാണ്. ഒറിജിനൽ കേരള 2017 മാനുഫാക്ചറിംഗ് 18 രജിസ്ട്രേഷൻ 40,000 ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർ 40,000 കിലോമീറ്റർ. ഒറിജിനൽ കേരള വണ്ടി മാത്രം വേണമെന്നുണ്ട് നിർബന്ധം പിടിക്കുന്ന ആൾക്കാരുണ്ട്. അവർക്ക് നമ്മുടെ ട്രിവാൻഡ്രത്ത് ധാരാളം കേരള രജിസ്ട്രേഷൻ തന്നെ പ്രിഫർ ചെയ്യുന്ന കസ്റ്റമേഴ്സ് ഉണ്ട്. അവർക്ക് വണ്ടി കൊടുക്കാം. കേരള രജിസ്ട്രേഷൻ നോക്കുന്ന ആൾക്കാർക്ക്, കാരണം അവർക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ആണ്. അതെ, വെറും 40,000. അത് കേരളത്തിൽ തന്നെ സർവീസ് ചെയ്ത്, കേരളത്തിൽ തന്നെ ട്രിവാൻഡ്രം തന്നെയാണ്, മെഴ്സിഡസിൽ തന്നെയാണ് സർവീസ് ചെയ്ത നമ്മുടെ ഒറിജിനൽ കേരള തനിമയോടുള്ള വണ്ടി. മാത്രമല്ല എഡിഷൻ C ആണ്. ഇത് എടുക്കുന്നവർക്ക് നമുക്ക് ഒരു ബെനിഫിറ്റ് ഒന്നും കൂടി പറയാം. ഒരു റയർ കളക്ഷൻ ആണ്. കാരണം വണ്ടിയെ പറ്റി അറിയാന്നുള്ളവർക്ക് എഡിഷൻ C എന്താണെന്ന് അറിയാം. അതെ, തീർച്ചയായിട്ടും. നമ്മൾ ഈ ഒരു വാഹനത്തിന് ഇപ്പൊ എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് ഫൈനൽ 33 lakhs ആണ്.
33 അല്ലേ. പിന്നെ ഒരു കാര്യം ചോദിക്കാനുള്ള, ഈ ഒരു വാഹനം അന്ന് ഇറങ്ങുന്ന സമയത്ത് ഏകദേശം എത്ര റേറ്റ് ഉണ്ടായിരുന്നു? 85 lakhs ആവും. 85 ലക്ഷം. സിക്ക്. ഓക്കെ, ആ ഒരു ലെവലിലാണ് ഇതിന്റെ റേറ്റ് വരുന്നത്. എന്നാലും നല്ല ഒരു അഫോർഡബിൾ റേറ്റ് ആണ്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഫിനാൻസിന്റെ കാര്യമാണ് നമുക്ക് പറയാനുള്ളത്. അതിന് എന്താ ചെയ്തു കൊടുക്കാൻ പറ്റുക? കാരണം കസ്റ്റമേഴ്സിന് നമ്മൾ ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുന്നില്ല, പക്ഷേ കസ്റ്റമേഴ്സിന് ഫിനാൻസിൽ അവർക്ക് ഡോക്യുമെന്റേഷനും അവർ ITR അവരുടെ ഡോക്യുമെന്റ്സ് ഉണ്ടെങ്കിൽ അത് നോർമലി അവർക്ക് കിട്ടുന്നതാണ്. ഇതിന് നമ്മളൊരു റെക്കമെൻഡേഷനോ നമ്മളൊരു ഇൻവോൾവ്മെന്റോ ഇതിനകത്ത് ആവശ്യം വരുന്നില്ല. പക്ഷെ നമ്മൾ ഷോറൂമിൽ നിന്ന് ഫിനാൻസ് നമ്മൾ ചെയ്യുന്നത് അത് നമുക്ക്, കാരണം ഒരുപാട് എനിക്ക് കോൾ വരും ഫിനാൻസ് കിട്ടുമോ എന്നൊക്കെ ചോദിച്ചില്ല. നമ്മളത് ഓട്ടോമാറ്റിക് അവരത് പറയാറുണ്ട്, ഫിനാൻസ് നമ്മൾ ചെയ്യുന്നില്ല. കാരണം നമ്മൾ നമ്മുടെ പ്രാക്ടീസ് ചെയ്യുന്ന അനുസരിച്ച് നമ്മൾ ഫിനാൻസ് നമ്മൾ ചെയ്യുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഡോക്യുമെന്റ് കാര്യങ്ങളൊക്കെ മൂപ്പര് സെറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഫിനാൻസ് ചെയ്യാം. കാരണം ഫിനാൻസ് കിട്ടിയില്ല എന്ന് പറഞ്ഞ് ഒരാൾ വണ്ടി എടുക്കാറില്ല. കാരണം ഫിനാൻസ് അവരുടെ ഡോക്യുമെന്റിനെ ബേസ് ചെയ്തുള്ള കാര്യം, അവരെ സിബിൽ സ്കോർ ട്രാക്ക് അതനുസരിച്ചിരിക്കും അല്ലേ. അപ്പൊ അടുത്തതായിട്ട് ലോ ബഡ്ജറ്റ് 2 ഓടി, ഒന്ന് വൈറ്റും ഒന്ന് ബ്ലാക്ക് പുലി അല്ലേ. അതും ലോ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ കേരള വണ്ടികളാണ് നമ്മൾ കൊടുക്കുന്നത്. കേരളയാണ്. ഇതിങ്ങനെ ഡീറ്റെയിൽ വരുന്നത്. ഇത് 2013 60,000 കിലോമീറ്റർ ഓടി വണ്ടിയാണ്. സെക്കൻഡ് ഓണർ ആണ്, കേരള രജിസ്ട്രേഷൻ ആണ്. Audi A6 ആണ്. ഇതിൽ നമുക്ക് ഇതൊക്കെ വരും, എയർമാറ്റിക് സസ്പെൻഷൻ വരുന്നുണ്ട്. ഇതിനകത്ത് ഫുൾ ക്ലസ്റ്റേഴ്സ് വ്യത്യാസമുണ്ട്. ഫുള്ളി ലോഡഡ് കാറാണ്. ഫുള്ളി നമ്മൾ ഈ A4 വെച്ചിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യരുത്. ഒരുപാട് ഫീച്ചേഴ്സ് മാറ്റുള്ള ഒരു വണ്ടിയാണ്. എന്ന് പറഞ്ഞാൽ നമുക്കൊരു സെഡാനിലെ ഒരു പണ്ട് മുതലേ ലക്ഷറി പ്രീമിയം, പക്കാ പ്രീമിയം ആണ്. കാരണം ഇതിലെ ഫീച്ചേഴ്സ് ഈവൻ 5 സീരീസിലും ഇല്ല, ഈ ക്ലാസ്സിലും ഇല്ല. ഇത്രേ വരുന്ന ഫീച്ചേഴ്സ്. സസ്പെൻഷൻ, എയർമാറ്റിക് സസ്പെൻഷൻ ഒക്കെ നമുക്ക് എവിടെയെങ്കിലും വണ്ടി കൊണ്ടുപോയി നിർത്തിയിട്ട് ജസ്റ്റ് അങ്ങനെ ഓൺ ആക്കി കഴിഞ്ഞാൽ ഭംഗിയായിരിക്കും റോഡ് സൈഡിലേക്ക്. കാരണം അതിന്റെ ഈവൻ സ്പീക്കേഴ്സ് ആയാലും മ്യൂസിക് സിസ്റ്റം ആയാലും വളരെ ക്വാളിറ്റി ഉള്ള സംഭവമാണ് ഇതിനകത്ത് വരുന്നത്. എല്ലാ ഭാഗങ്ങളും എല്ലാ രീതിയിലും ടച്ച് അവർ നല്ലൊരു ടച്ച് ആൻഡ് ഫിനിഷ് നല്ലൊരു എക്സാക്ട്ലി അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഒറിജിനൽ കേരള വണ്ടി, സെക്കൻഡ് ഓണർ. ഇതിപ്പോ നമ്മൾ ഓഡിയിൽ സർവീസ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. എല്ലാം സർവീസ് എല്ലാം മെയിൻറ്റെയിൻ നമ്മൾ കസ്റ്റമർ വണ്ടി തന്നെയാണ്. പിന്നെ ഒരു കാര്യം ചോദിക്കാനുള്ളത്, മൈലേജ് എത്ര കിട്ടും ഇതിന്? ഇതൊരു 12-14 ആണ്. 14 ആണ്. ഡീസൽ അല്ലേ? ഡീസൽ ആണ്. ഓക്കെ, അത്യാവശ്യം ഒരു 15 ആ ലെവൽ പ്രതീക്ഷിച്ചാൽ മതി. സിറ്റിയിലാണെങ്കിൽ ഒരു 12, ഹൈവേയിലാണെങ്കിൽ ഒരു 15 വരെ കിട്ടും. പവറുള്ള വണ്ടിയാണ്. അല്ല, ഇത് നല്ലൊരു പവർഫുൾ വണ്ടിയാണ്. നമ്മുടെ ഡ്രൈവിംഗിനനുസരിച്ച്. അപ്പൊ എത്രയാണ് ഈ ഒരു ഇടിവെട്ട് ഐറ്റത്തിന് നമ്മൾ ഇതിന് ലാസ്റ്റ് ഫൈനൽ 14,50,000 14,50,000 ആണ്. 14.5 ലക്ഷം രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം. ലൈറ്റ്ലി നെഗോഷ്യബിൾ അല്ലേ? അത് ഉറപ്പായിട്ട് ചെയ്യാം. നല്ലൊരു റേറ്റ് ആണ്. അതർ സ്റ്റേറ്റ് വണ്ടിയില്ല, ഒറിജിനൽ കേരള. നിങ്ങൾക്ക് നമ്പർ ആക്കേണ്ട ഒരു ചൊറയില്ല. ഫിനാൻസ് ആണെങ്കിൽ അവർക്ക് കിട്ടൂല ഈ വണ്ടിക്ക്. അവർക്ക് നേരത്തെ പറഞ്ഞല്ലോ, അതെ, ഈ മോഡൽ വണ്ടിക്ക് കിട്ടൂലേ? ഈ മോഡൽ വണ്ടിക്ക് കിട്ടത്തില്ല. കാരണം മിനിമം 2016 ശേഷമുള്ള വണ്ടിയൊക്കെയാണ് കിട്ടുന്നതെന്നാണ് നമുക്ക് അറിയാവുന്നുള്ളത്. മാക്സിമം ചില ഫിനാൻസ് കൊടുക്കുന്നുണ്ട്. അവർക്ക് വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിൽ ട്രൈ ചെയ്തോട്ടെ. അവരെ കൺവീനിയൻസ് അനുസരിച്ച് അവർക്ക് ചെയ്യാം. അപ്പൊ അടുത്തായിട്ട് നമുക്ക് ബ്ലാക്ക് കളർ പരിചയപ്പെടാം. നല്ലൊരു ലുക്കാണ് കാണാൻ. ബ്ലാക്ക് കളർ നമുക്ക് ടെക്നോളജി പാക്ക് ആണ്. അതായത് ടെക്നോളജി പാക്ക് എന്ന് പറയുമ്പോൾ ഇന്റീരിയറും ബാക്കി എക്സ്റ്റീരിയർ ഇന്റീരിയർ ലുക്സ് എല്ലാം വ്യത്യാസമാണ്. ഇതിന്റെ ഫീച്ചേഴ്സും AC കൺട്രോൾ മോണിറ്റാലും ബാക്കി സിസ്റ്റം, മ്യൂസിക് സിസ്റ്റം, ഇതെല്ലാം വളരെ എക്സ്പെൻസീവ് ആയ സാധനമാണ്. ഇതൊരു ലെതർ തന്നെ വളരെ തിക്കായിട്ടുള്ള ലെതറാ. ഇന്റീരിയർ ലെതർ പക്ക പ്രീമിയം അല്ലേ? കറക്റ്റ് എത്ര മോഡല്? ഇത് 2012 ആണ്. കേരള രജിസ്ട്രേഷൻ ആണ്. 1 ലക്ഷത്തി സംതിങ് ഓടിയിട്ടുണ്ട്. ജെനുവിൻ ഹിസ്റ്ററി അവൈലബിൾ ആണ്? ഇല്ല, ഇതെല്ലാം ഓടി മെയിൻറ്റൈൻഡ് ആണ്. ട്രിവാൻഡ്രത്ത് ഓടി ഷോറൂമിൽ തന്നെ മെയിൻറ്റൈൻഡ് ആണ്. പിന്നെ ഒരു കാര്യം ചോദിക്കാനുള്ള, ഈ കണ്ണ വണ്ടിക്ക് റീപ്ലേസ്, മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ഗ്യാരണ്ടി. ഈ വണ്ടിയിൽ ഫ്രണ്ട് ഗ്ലാസ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ഫെൻഡർ, അങ്ങനെ ഒരു 1,50,000 റുപ്പീസിന്റെ ക്ലെയിം ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ചെക്ക് ചെയ്തിട്ട് തന്നെ എടുത്ത്. അപ്പൊ ആ ഒരു റേറ്റ് നമുക്ക് കുറച്ച് കൊടുത്തൂല്ലേ? റേറ്റ് അല്ല, 1,50,000 ഒരു മേജർ വണ്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ക്ലെയിം അല്ല. കാരണം മേജർ റീപ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ മിനിമം ഒരു 5 lakh റുപ്പീസിന് മേലുള്ളതാണ്. അതാണ് മേജർ. കാരണം ചില ആൾക്കാർ പ്രീമിയം ആണ്, സാധാ വണ്ടി വെച്ചിട്ട് കമ്പയർ ചെയ്യരുത്. സാധാരണ വണ്ടി വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം ചില ഈ വണ്ടികളിൽ ഒരു 1,50,000 ഒന്നും ഒരു മേജർ ക്ലെയിം ആയിട്ട് കാണാൻ പറ്റില്ല. കാരണം അത് വണ്ടിയിൽ എന്തായാലും ഉണ്ടാവും. പിന്നെ അത്ര വെൽ മെയിൻറ്റൈൻഡ് വണ്ടികളിലൊക്കെ ആണെങ്കിലേ വരുള്ളൂ. പിന്നെ ഈ വണ്ടി ആക്സിഡന്റ് ആവുമെന്ന് പറഞ്ഞാൽ പല റീസൺസ് വരാമല്ലോ. അപ്പൊ ഇതിനകത്ത് ഒരു 1.5 lakh റുപ്പീസിന്റെ ക്ലെയിം, അതായത് ഫ്രണ്ട് ഗ്ലാസ്, ഫെൻഡർ അതൊക്കെ മാറിയിട്ടുണ്ട്. ബാക്കി ബോണറ്റോ അങ്ങനെ ഒന്നും മാറിയിട്ടില്ല. ബോണറ്റ്, ബമ്പർ, ഹെഡ്ലൈറ്റ് കാര്യങ്ങൾ ഒന്നും മാറിയിട്ടില്ല. ഫെൻഡേഴ്സും ഈ ഇത് ഫ്രണ്ട് ഗ്ലാസും മാറിയിട്ടുണ്ട്. അപ്പൊ എത്രയാണ് കൊടുക്കുക? ഇത് ലാസ്റ്റ് 11 lakhs ആണ്. 11 ലക്ഷം ഒറിജിനൽ കേരള വണ്ടി. എല്ലാ ഫീച്ചേഴ്സും വർക്കിംഗ്, എല്ലാ ഫീച്ചേഴ്സ് എല്ലാം എവരിതിങ് വർക്കിംഗ് ആണ്. സാധാരണ പ്രീമിയം വണ്ടികൾ ചില മിറർ ചെറിയ ബഡ്ജറ്റിന്റെ ഇനിഷ്യൽ എൻട്രി ലെവൽ കസ്റ്റമർ എന്ന് പറയും. ഒരാൾക്ക് ഒരു പ്രീമിയം വണ്ടി എടുക്കണം എന്നാൽ നല്ലൊരു ഫീലിംഗ് കിട്ടണം, ആൾക്കാർ കാണാൻ വേണം. അങ്ങനെ ഒരു എൻട്രി ലെവൽ കസ്റ്റമേഴ്സിന് ഏറ്റവും നല്ലൊരു ഓപ്ഷൻസ് ആണ്. മെക്കാനിക് പരമായിട്ട് ബാക്കി ഇലക്ട്രിക് പരമായിട്ട് എല്ലാ സർവീസ് മെയിൻറ്റൈൻഡ് ആണ്. നല്ല ഗ്യാരണ്ടി 100% മെയിൻറ്റൈൻഡ് ആണ്. അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് നമുക്ക് BMW ഒരു 3 സീരീസ് പരിചയപ്പെടാം. മാത്രമല്ല ഇതിന്റെ അലോയ് ആണ് ഇതിന്റെ ഹൈലൈറ്റ്. ഈ അലോയ്ക്കിന് കൊടുക്കേണ്ട ഒരു അത്യാവശ്യം റേറ്റ് ഇല്ല. അതായത്
അത് അപ്ഗ്രേഡഡ് അലോയ്സ് ആണ്. ആഫ്റ്റർ മാർക്കറ്റ് ചെയ്തതാണ്. ഓക്കെ, ഇത് എത്രയാണ് മോഡല്? ഇത് 2013 മോഡൽ. ഓണർഷിപ്പോ? ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ. ഏകദേശം വണ്ടി എത്ര കിലോമീറ്റർ റൺ ചെയ്തിട്ടുണ്ട്? ഇത് വന്ന് 60,000 ഓടിയിട്ടുണ്ട്. ജെനുവിൻ ആണോ? ജെനുവിൻ. 3 സീരീസ് ഒക്കെ 60,000 ഓടി കിട്ടാൻ കുറച്ച് പാടാണ്. ഡീസൽ തന്നെയല്ലേ? ഡീസലാണ്. അത്യാവശ്യം മൈലേജ് പെർഫോമൻസ് നമ്മൾ ഓടി എത്രയൊക്കെ പറഞ്ഞ പോലെ തന്നെ ഓഡി A3 3 സീരീസ് ഇതെല്ലാം ഒരു റേഞ്ചിൽ വരുന്ന വണ്ടിയാണ്. അത്യാവശ്യം മൈലേജ് ഉള്ള വണ്ടിയാണ്. ഓക്കെ, വണ്ടി പെർഫോമൻസ് അതുപോലെ തന്നെ ഓവറോൾ എഞ്ചിന് എഞ്ചിനും മെക്കാനിക്കൽ എല്ലാം മെയിൻറ്റൈൻഡ് ആണ്. ഓക്കെ, ഇത് കമ്പനി സർവീസ് അല്ല. കാരണം കസ്റ്റമേഴ്സ് ഒന്നോ രണ്ടോ ഞങ്ങൾ ഹിസ്റ്ററി ചെക്ക് ചെയ്തായിരുന്നു. 1-2 സർവീസ് മാത്രമേ കമ്പനിയിലുള്ളൂ. ബാക്കി അവർ പുറത്തുള്ള ഒരു വർക്ക്ഷോപ്പിലാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് എത്രയാണ് ഈ മുതൽ എക്സ്പെക്ട് ചെയ്യണം ഈ റേറ്റത്തിന്? ഇത് ലാസ്റ്റ് 10 lakhs ആണെങ്കിൽ നമുക്ക് കൊടുക്കാം. 10 ലക്ഷം ഫൈനൽ. നെഗോഷ്യബിൾ ആയിട്ട് നെഗോഷിയേറ്റ് ചെയ്യാം. എന്തെങ്കിലും ചെയ്ത് കൊടുക്കാം. നമ്മൾ ഫോളോവേഴ്സ് വരുമ്പോൾ മാക്സിമം നെഗോഷ്യബിൾ ആണ്. പിന്നെ ലോണിന്റെ കാര്യം നിങ്ങൾ തന്നെ നോക്കുക, ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ് കേട്ടോ. ഇതായിട്ട് നമുക്ക് റേഞ്ച് റോവറിന്റെ ഒരു ക്യൂട്ട് വാഹനമായിട്ടുള്ള ഇവോക്ക് പരിചയപ്പെടാം. അതും റെഡ് കളർ. ഒരുപാട് പേര് ആവശ്യപ്പെടുന്നതാണ്. റെഡ് ആൻഡ് ബ്ലാക്ക് മാത്രമല്ല വൈറ്റ് ആൻഡ് ബ്ലാക്ക്. നമുക്ക് വൈറ്റ് ആൻഡ് ബ്ലാക്ക് അറേഞ്ച് ചെയ്ത് കൊടുത്തൂടെ? വൈറ്റ് ആൻഡ് ബ്ലാക്ക് ഇപ്പോൾ ഉണ്ടായിരുന്നു. ലാസ്റ്റ് നിങ്ങൾ തന്നെ വീഡിയോ ചെയ്ത കാസർഗോഡുള്ള ഒരു കസ്റ്റമർ വന്ന് വൈറ്റ് ആൻഡ് ബ്ലാക്ക് എടുത്തിട്ട് പോയി. ഇതും പുതിയ ഷേപ്പാണ്. ഓക്കെ, ന്യൂ ഷേപ്പാണ്. 2016 ന്യൂ ഷേപ്പാണ്. ഫേസ് ലിഫ്റ്റ് ചെയ്ത മോഡലാണ് ഇത്. ഓക്കെ ഓക്കെ. ഇത് മെയിൻറ്റൈൻഡ് ആണ്. ഇതും മുത്തൂറ്റിൽ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. കാരണം ട്രിവാൻഡ്രത്ത് തന്നെയുള്ള ഒരു കസ്റ്റമർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വണ്ടിയാണ്. നാട്ടിൽ തന്നെ യൂസ് അല്ല. ഇത് ഹിമാചൽ HP രജിസ്ട്രേഷൻ അല്ലേ? ഫസ്റ്റ് ഓണർ ആണ്. HP ഫസ്റ്റ് ഓണർ ആണ്. കറക്റ്റ് എത്ര കിലോമീറ്റർ? ഇത് 78,000 കിലോമീറ്റർ ആയിട്ടുണ്ട്. ഇപ്പൊ 75,000 സർവീസ് ചെയ്തിട്ടുണ്ട്. കംപ്ലീറ്റ്ലി മേജർ എന്തൊക്കെയാണോ ചേഞ്ച് ചെയ്യാൻ അതെല്ലാം മുത്തൂറ്റി ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് എടുക്കുന്ന ആൾക്ക് ഇതൊരു ബെനിഫിറ്റ് ആണ്. പനോരമിക് സൺറൂഫ് ആണ്. ബാക്കി ഇന്റീരിയർ ടയേഴ്സ് പുതിയതാണ്. ബാക്കിയുള്ള കാര്യം മെയിൻറ്റൈൻഡ് ആണ്. ഇത് ഹെഡ് അപ്പ് ഡിസ്പ്ലേ ഉള്ള വണ്ടിയാണ്. ഹെഡ് അപ്പ് ഡിസ്പ്ലേ ഇതിനകത്ത് വരുന്നുണ്ട്. അതായത് നമുക്ക് ഈ ക്ലസ്റ്ററിനകത്ത് തന്നെ കിലോമീറ്റർ എത്ര കിലോമീറ്ററാണ് റൺ ചെയ്യുന്നത് ഹെഡ് അപ്പ് ഡിസ്പ്ലേ ഉള്ള ടോപ്പ് ആൻഡ് വേരിയന്റ് ആണ്. ഏറ്റവും ഫുൾ ഓപ്ഷൻ അല്ലേ? ഏറ്റവും ഫുൾ ഓപ്ഷൻ അല്ല, ഇതിന്റെ മുകളിൽ ഒരു ഓപ്ഷൻ ഉണ്ട്, HSC എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഇതിൽ വരുന്ന ഏറ്റവും കൂടിയ ഓപ്ഷനാണ്. ഈ ഒരു വാഹനം അന്ന് ഇറങ്ങുന്ന സമയത്ത് എത്ര ഉണ്ടായിരുന്നു റേറ്റ്? ഒരു 70 lakhs ഉണ്ടാവും. കേരളാണെങ്കിൽ 70 to 80 lakhs ഉണ്ടാവും. ഈ ഒരു വാഹനത്തിന് ഇപ്പൊ നമ്മൾ എത്ര? ഫൈനൽ 20 lakhs ആണ്. 20 ലക്ഷം. അതിനകത്ത് നോൺ നെഗോഷ്യബിൾ പ്രൈസ് ആണ്. ഫിക്സഡ് പ്രൈസ് ആണ്. 20 lakhs. മാക്സിമം അടുപ്പിച്ച് പറയാണ് 20 ലക്ഷം രൂപ. 20 ലക്ഷം രൂപയ്ക്ക് നമ്മൾ പുതിയ ഷേപ്പ് വണ്ടി സാധാരണ കിട്ടാറില്ല. അതെ, ഇത്ര ക്വാളിറ്റി ഉള്ള വണ്ടി. പുതിയ ഷേപ്പ് സിംഗിൾ ഓണർ വണ്ടി 78,000 കിലോമീറ്റേഴ്സ് ഓടി. പിന്നെ വിത്ത് NOC 20 lakhs ഫൈനൽ നമുക്ക് കൊടുക്കാം. അത്യാവശ്യം നല്ലൊരു ഡീൽ തന്നെയാണ് കേട്ടോ. നല്ലൊരു ഡീൽ തന്നെ. പുതിയ ഷേപ്പ് വണ്ടി 20 lakhs വളരെ കുറവാണ്. നെക്സ്റ്റ് ആയിട്ട് ഹൈ ക്വാളിറ്റി ഒരു ML 250 നമുക്ക് കൊടുക്കാം. നമ്മളിപ്പോ എല്ലാ 10-12 വണ്ടി അല്ലെങ്കിൽ 15 വണ്ടിയുടെ വീഡിയോ നമ്മൾ എടുത്താലും ചില വണ്ടികൾ നമ്മൾ ക്വാളിറ്റി എന്ന് പറയും. കാരണം നമ്മളത് ഫീൽ ചെയ്യുന്ന കാര്യമാണ്. തീർച്ചയായിട്ടും. ഈ വണ്ടി എന്ന് പറഞ്ഞാൽ വെരി വെൽ മെയിൻറ്റൈൻഡ്. ഓക്കെ, നമ്മുടെ ഒരു കസ്റ്റമർ വന്നാൽ ഈ ഒരു വണ്ടി അന്വേഷിച്ച് വന്നാൽ തീർച്ചയായിട്ടും എടുക്കാം. ഒരാളൊരു ML എടുക്കാൻ വരുന്ന ആളാണെങ്കിൽ ഇത്രയും ക്വാളിറ്റി ഉള്ള ഒരു ML ചിലപ്പോൾ വളരെ റയർ ആയിട്ട് കിട്ടും. കാരണം ഇന്റീരിയർ ആയാലും ബ്യൂട്ടിഫുള്ളി മെയിൻറ്റൈൻഡ് ആണ്. എക്സ്റ്റീരിയർ ആയാലും എല്ലാ സർവീസും റീപെയിന്റ് കാര്യങ്ങളൊന്നും കാണാൻ സാധിക്കില്ല. മെർസിഡീസിൽ തന്നെ മെയിൻറ്റൈൻഡ് ആണ് വണ്ടി. ഓക്കെ, ടയേഴ്സ് ആയാലും അതായത് ഒന്നും ചെയ്യാനായിട്ടില്ല ഈ വണ്ടിയിൽ. ഇത് എടുക്കുന്നവർക്ക് ഡീസൽ അടിക്കാൻ ഓടുക. ML 250 ഏറ്റവും ലക്ഷൂറിയസ് ആയിട്ടുള്ള 2015 മോഡലാണ്. 15 മോഡൽ ലാസ്റ്റ് വന്ന 2015 അവസാനമാണ് ML 2. പിന്നെ GLE ആയി. പിന്നെ GLE നമ്മൾ എടുക്കാൻ പോണെങ്കിൽ മിനിമം ഒരു 30 lakhs മുകളിൽ കൊടുക്കേണ്ടി വരും. ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇതിന്റെ ഇന്റീരിയർ ആണ്. ഇന്റീരിയർ മാത്രമല്ല, ഡോർ പാഡ്, ഡാഷ്ബോർഡ്, അതുപോലെ മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ബ്രാൻഡ് ന്യൂ കണ്ടീഷൻ വണ്ടി എങ്ങനെയാണോ ആ ഒരു ഫീൽ നമുക്ക് കൊണ്ടെടുക്കാം. ഓക്കെ, റേറ്റ് എത്രയാണ് നാസ്കിന്? ലാസ്റ്റ് ഫൈനൽ 20,50,000. 20,50,000 ലാസ്റ്റ്. കേരള വണ്ടി അതർ സ്റ്റേറ്റ് ആണ്. ഇത് വന്നിട്ട് ഒഡീസ രജിസ്ട്രേഷൻ ആണ്. കേരള വണ്ടിയാണെങ്കിൽ നമുക്ക് ഒരു 35 lakhs വരെയൊക്കെ പോകും. തീർച്ചയായിട്ടും. ഇത് നല്ലൊരു അഫോർഡബിൾ റേറ്റ് ആണ്. കാരണം ഇത്രയും ക്വാളിറ്റി ഉള്ള ഒരു വണ്ടി വളരെ റയർ ആയിട്ട് മാത്രമേ കിട്ടുള്ളൂ. നിങ്ങൾ എവിടെ വേണമെങ്കിലും പോയി അന്വേഷിച്ചോളി. ML നമുക്ക് കിട്ടും, ഇല്ലാന്നല്ല, വില കുറച്ചൊക്കെ കിട്ടും. പക്ഷേ ക്വാളിറ്റി ഉള്ള വണ്ടികൾ നമ്മൾ കൊടുക്കുമ്പോൾ കുറച്ച് വില കൂട്ടി ഉള്ളതുപോലെ തന്നെ പറഞ്ഞു കൊടുക്കും. വില കുറച്ച് ML കിട്ടാനില്ല, കിട്ടും. 15 ലക്ഷം രൂപയ്ക്ക് ML കിട്ടും. പക്ഷേ ക്വാളിറ്റി ഉള്ള വണ്ടി, കസ്റ്റമറിന് ഒരു ബുദ്ധിമുട്ടില്ലാത്ത ഒരു വണ്ടി കൊടുക്കാൻ കുറച്ച് പൈസ നമ്മൾ കൂടുതൽ പ്രീമിയം വണ്ടിയാണ്. അപ്പൊ എടുക്കുമ്പോൾ ഇത്രയും ക്വാളിറ്റി ഉള്ള ഒരു വണ്ടി എടുക്കാന്നാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. അതായത് ഞാനിപ്പോ നിങ്ങളുടെ അടുത്താണ്ട് പറയാണ്, സാധാരണ വണ്ടി ബിസിനസ് ഉണ്ട്, എല്ലാവരും ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഡൽഹിയിലൊക്കെ പോയി കഴിഞ്ഞാലും ചിലപ്പോൾ 15 ലക്ഷം രൂപ, 12 ലക്ഷം രൂപ, 10 ലക്ഷം രൂപ എന്നൊക്കെ പറഞ്ഞ് വണ്ടികൾ കൊടുക്കും. ഞാൻ പേഴ്സണലി എന്റെ അഭിപ്രായം വെച്ച് പറയാം,
വളരെ രീതിയിൽ അവർ എല്ലാ സാധനങ്ങളെല്ലാം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഒരു 1000 കിലോമീറ്റർ ഓടുന്ന രീതിയിലാക്കിയിട്ട് എന്ത് ചെയ്യും, ഈ വണ്ടികൾ വില കുറച്ച് കൊടുക്കും. ഇപ്പൊ ഈ 1000 കിലോമീറ്റർ കഴിഞ്ഞ് കസ്റ്റമർ പോകുമ്പോൾ ഓരോ ലൈറ്റ് ആയിട്ട് കത്തി തുടങ്ങും. സെൻസർ കത്തും, അത് കത്തും, ഇത് കത്തും. പിന്നെ ഇതിനെ പണിഞ്ഞ് ജീവിതം മൊത്തവും ഇതിന്റെ പുറകെ നടക്കുന്ന 100 പേരെങ്കിലും എനിക്ക് പേഴ്സണലി അറിയാം. കാരണം അവിടെ വില കുറച്ചെന്ന് പറഞ്ഞു പോയി എടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ നമ്മളൊരു വണ്ടി എടുക്കാൻ പോയി കഴിഞ്ഞാൽ, ഡൽഹിയിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് മാത്രമേ എടുക്കാറുള്ളൂ. പാർട്ടിയുടെ കയ്യിൽ നിന്ന് ഡയറക്റ്റ് വാങ്ങിയ പ്രോബ്ലം ഇല്ല. കാരണം അവന്റെ സർവീസ് ഹിസ്റ്ററി നോക്കാം. ഇനി എന്തെന്ന് പറഞ്ഞാൽ വേറൊരു ഇൻഫർമേഷൻ എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പണ്ട് ഞങ്ങൾ ഇതെല്ലാം അനുഭവിച്ചിട്ടുള്ളതാണ്. ഡൽഹിയിൽ പോയി വണ്ടി എടുത്ത് കസ്റ്റമർ എന്ത് ചെയ്യും, ഇവർ പുതിയ സാധനങ്ങളെല്ലാം ഊരി മാറ്റും. വെറും 50,000 രൂപയ്ക്ക് വേണ്ടിയാണ് പുതിയ സാധനങ്ങൾ ഊരി മാറ്റിയിട്ട് സെക്കൻഡ് ഹാൻഡ് സാധനങ്ങൾ ഇതിനകത്ത് വെക്കും. നമുക്ക് ആർക്കെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റുമോ പുതിയതാണോ ഫ്രഷ് ആണോ? എഞ്ചിൻ റൂം പക്ഷേ ഒരു 500 കിലോമീറ്റർ ഒക്കെ ഓടുമ്പോൾ ഓരോ ലൈറ്റ് ആയിട്ട് ഇങ്ങനെ കത്തി തുടങ്ങും. അപ്പൊ അത്രത്തോളം അങ്ങനെ ഉണ്ട്. അപ്പൊ അങ്ങനെ പല രീതിയിലും ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പെർഫെക്റ്റ് എന്നല്ല പറയുന്നത്, നമ്മൾ ആ ഒരു ആംഗിളെല്ലാം ചെക്ക് ചെയ്ത് ഒരു കസ്റ്റമറിന് പിന്നെ അങ്ങോട്ടൊരു ബുദ്ധിമുട്ട്. കാരണം നമ്മൾ ഈ വണ്ടി തിരിച്ചെടുക്കേണ്ടതാണ്. നമുക്ക് ബൈബാക്ക് പോളിസി ഉണ്ട്. വണ്ടി എടുത്തിട്ട് നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്തിട്ട് ബൈബാക്ക് പോളിസി എല്ലാ വണ്ടിയൊക്കെ ഉണ്ട്. നമ്മൾ തന്നെ എടുക്കും, ഏത് രജിസ്ട്രേഷനും ആയിക്കൊള്ളട്ടെ. ഒരു തവണ അല്ല നമ്മളെ കസ്റ്റമറിന് വണ്ടി കൊടുക്കുക. നമ്മളെ കസ്റ്റമേഴ്സ് എല്ലാം അൽഹംദുലില്ലാഹ് ലൈഫ് ലോങ് കസ്റ്റമേഴ്സ് ആണ്. ആഫ്റ്റർ സെയിൽസ് ബെനിഫിറ്റ് ആണ് നമ്മൾ നോക്കണേ അല്ലേ? നമുക്കത് ലോങ് ടൈം ഉള്ള റിലേഷൻ ആണ് കസ്റ്റമറുമായിട്ട്. അല്ല ഒരു തവണ വണ്ടി കൊടുത്ത് അവന്റെ ഒരു 5 ലക്ഷം രൂപ അൽഹംദുലില്ലാഹ് അങ്ങനത്തെ പരിപാടി നമുക്കില്ല. തീർച്ചയായിട്ടും അതെ, ഒരു ലോങ് ടൈം റിലേഷൻഷിപ്പ് ആണ് ഇവർ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും തന്നെ മാക്സിമം ക്വാളിറ്റി ഉള്ള വണ്ടികൾ മാത്രം എടുക്കാൻ ശ്രമിക്കുക. അത് നമ്മളെന്നല്ല, പല ക്വാളിറ്റിയുള്ള വണ്ടി കൊടുക്കുന്ന ധാരാളം ഡീലർമാരുണ്ട്. പക്ഷേ എപ്പോഴും ക്വാളിറ്റിക്കാണ് പ്രിഫറൻസ് കൊടുക്കേണ്ടത്. തീർച്ചയായിട്ടും കയ്യിൽ നിന്ന് ഇങ്ങനെ പൈസ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് പ്രീമിയം കാർ എന്ന് പറഞ്ഞാൽ. നോക്കി എടുത്തില്ല എങ്കിൽ, അതെ ചെക്ക് ചെയ്തിട്ട് എടുത്തില്ലെങ്കിൽ. അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് നമുക്ക് വീണ്ടും ഒരു 7 സീറ്ററിനെ പരിചയപ്പെടാം. വോൾവോ മാത്രമല്ല BM ഇഷ്ടപ്പെടുന്നവർക്കും നമുക്കൊരു 7 സീറ്റർ ഒരു പ്രിഫറബിൾ കാറാണ് X5. ഓക്കെ, ഒരു ഡ്രൈവിംഗ് പ്ലഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BMW-ലുണ്ട്. അത് X5 നമുക്കൊരു ഫീൽ ഉണ്ട്. ഡ്രൈവേഴ്സ് കാറാണ്. കാരണം X5 ഒരു 3 ലിറ്റർ ആണ് വണ്ടി. 3 ലിറ്റർ എഞ്ചിൻ. നമുക്ക് 3 ലിറ്റർ എഞ്ചിൻ എന്ന് പറയുമ്പോൾ ആ ഒരു വണ്ടി ഓടിക്കുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ. 3 ലിറ്റർ എഞ്ചിനിലാണ് കിട്ടുന്നത്. പിന്നെ അത്യാവശ്യം ഡീസന്റ് മൈലേജ് ഉള്ള വണ്ടിയാണ്. പിന്നെ X5 ഷേപ്പ് വൈസും കാണാനുള്ള ഭംഗിയെല്ലാം ആൾക്കാർ പ്രിഫർ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതൊരു എക്സ്ക്ലൂസീവ് ഇന്റീരിയർ ആണിത്. ഇത് ഗ്രേ, ബ്ലാക്കിഷ് ഗ്രേ ആണ്. പക്ഷേ ഇതിന്റെ ഇന്റീരിയർ വളരെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഇന്റീരിയർ ആണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി വണ്ടിയാണ്. ഇത് ഓണർഷിപ്പ് അതുപോലെ തന്നെ കിലോമീറ്റർ മോഡൽ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? 2015 മാനുഫാക്ചറിംഗ് ആണ്. 90,000 കിലോമീറ്റേഴ്സ് ഓടി. ഇത് സെക്കൻഡ് ഓണർ ആണ്. കറക്റ്റ് കിലോമീറ്റർ ജെനുവിൻ സർവീസ് ഹിസ്റ്ററി പക്ക അവൈലബിൾ ആണ്. എല്ലാ 10,000 കിലോമീറ്റേഴ്സിലും BMW മെയിൻറ്റെയിൻ ചെയ്ത വണ്ടിയാണ്. നമ്മൾ സർവീസ് ഹിസ്റ്ററി ഇല്ലാത്ത വണ്ടി നമ്മൾ എടുക്കത്തില്ല. പക്ഷേ എന്തെങ്കിലും കംപ്ലൈന്റ്സ് അതുപോലെ തന്നെ റീപ്ലേസ് ഉണ്ടെങ്കിൽ പറഞ്ഞിട്ട് കൊടുക്കുക. റീപ്ലേസ് ഉള്ള കാര്യം പറയുക. റീപ്ലേസ് ഉള്ള വണ്ടി ഞങ്ങൾ പർച്ചേസ് ചെയ്യാറില്ല. പിന്നെ 1 or 2 lakh rupees ഉള്ളത് നമ്മൾ എടുക്കും വണ്ടി. കാരണം അല്ലാതെ അങ്ങനെ ഒരു റീപ്ലേസ്മെന്റും ഇല്ലാത്ത വണ്ടി നോക്കാൻ പിന്നെ നമുക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും. തീർച്ചയായിട്ടും ആക്സിഡന്റ് വണ്ടി നമ്മൾ എടുക്കില്ല. ഫ്ലഡ് വണ്ടി നമ്മൾ എടുക്കില്ല. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ്, മേജർ ക്ലെയിം, ഫ്ലഡ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പേപ്പേഴ്സ് ഇഷ്യൂ ഉള്ള വണ്ടികൾ, അങ്ങനെയുള്ള യാതൊരു വണ്ടി നമ്മുടെ ഫോളോസിന് ആ ഒരു കാര്യത്തിൽ വിശ്വസ്തത കൂടെ എടുക്കാം. മാത്രമല്ല ടയർ നോക്കണേ, ബ്രാൻഡ് ന്യൂ ടയർ, ബ്രാൻഡ് ന്യൂ 4 ടയർ ഉണ്ട്. ഇതൊക്കെ ഒരു ബെനിഫിറ്റ് ആണ് ഈ വണ്ടി എടുക്കുന്നവർക്ക്. മാത്രമല്ല ഈ ഒരു വണ്ടിക്ക് മൈലേജ് ഒരു 15 കിട്ടുമോ? 13-15, കാരണം 3 ലിറ്റർ ആണല്ലോ. 13 to 15 പ്രതീക്ഷിക്കാം. 7 സീറ്റർ ആണ്. പക്ഷേ ആൾക്കാർ ഹാപ്പിയാണ് ഈ 15 മൈലേജ്. തീർച്ചയായും 7 സീറ്റർ 15 മൈലേജ് കിട്ടാൻ, അത് പ്രീമിയം വാഹനത്തിന് കിട്ടുക എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു. ഇതൊരു 7 സീറ്റർ വണ്ടിയാണ്. കാരണം ബാക്കിൽ ആൾക്കാർക്ക് 7 പേർക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാം. ഓക്കെ, എത്രയാണ് ഈ മുതൽ ആസ്ക്? 27 lakhs ഫൈനലാണ്. ഫൈനലാണ്. ചെറിയ നെഗോഷിയേഷൻ ചെയ്യാം. ചെറുതായിട്ട് നെഗോഷ്യബിൾ ആയിട്ട് ചെയ്ത് തരിക. എന്നാലും അത്യാവശ്യം നല്ലൊരു കുഴപ്പമില്ലാത്ത റേറ്റ് ആണ്. ഇത് ഓൺ റോഡ് ഇറങ്ങുമ്പോൾ ഏകദേശം ഇപ്പൊ 1 crore 20 lakhs ഉണ്ട്. 1 കോടിക്ക് മുകളിൽ റേറ്റ് വരുന്ന ഒരു വാഹനമാണ്. അത്രയും കോസ്റ്റ് വരുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു അഫോർഡബിൾ റേറ്റ് ആണ് കേട്ടോ. ഇതെല്ലാം ഒരു എന്താ പറയാ, ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി X5 വേണമെങ്കിൽ ഈ ഒരു ഓപ്ഷനേ ഉള്ളൂ. ഇങ്ങനെയുള്ള ഓപ്ഷൻസേ ഉണ്ടാവുള്ളൂ. തീർച്ചയായിട്ടും. അപ്പൊ അടുത്തായിട്ട് ഓടിന്റെ ഒരു ക്യൂട്ട് വണ്ടി അല്ലേ, ഒരു പോക്കറ്റ് റോക്കറ്റ് എന്ന് പറഞ്ഞൂടെ? A3 എപ്പോഴും ഒരു ക്യൂട്ട് ആൻഡ് സ്പോട്ടി ലുക്കാണ്. തീർച്ചയായിട്ടും A3 വളരെ കസ്റ്റമേഴ്സ് പ്രിഫർ ചെയ്യുന്ന വണ്ടിയാണ്. മാത്രമല്ല ഇതിന് പൊതുവെ മെയിൻ്റെനൻസ് കുറവാന്നാണ് പറഞ്ഞ് കേട്ടിട്ടുള്ളത്. മെയിൻ്റെനൻസ് കുറവാണ്. A3, A ക്ലാസ് ഇതെല്ലാം ഒരു റേഞ്ചിൽ വരുന്നതാണ്. തീർച്ചയായിട്ടും. എസ് ലൈൻ അല്ലേ? ഇത് എസ് ലൈൻ ആണ്, ഫുൾ ഓപ്ഷൻ ആണ്. ഇത് 2015 60,000 കിലോമീറ്റർ കമ്പനി സർവീസ് ആണ്. 60,000 ഓടിയിട്ടുള്ളൂ. 15 ഇതിനെന്തെങ്കിലും ആക്സിഡന്റ് റീപ്ലേസ്, ഫ്രണ്ട് ഗ്ലാസ് മാറിയിട്ടുണ്ട്. വേറെ അല്ലാതെ ഒരു ക്ലെയിമും ഇല്ല. ഹിസ്റ്ററി ഓഡിയോയിൽ തന്നെ അവൈലബിൾ ആണ്. ഇപ്പൊ ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ എസ് ലൈൻ ആയതുകൊണ്ടാണ് നമ്മൾ സീറ്റ് ഒക്കെ ബ്ലാക്ക് ആണ് വരുന്നത്. സിൽവർ വിത്ത് ബ്ലാക്ക് ഇന്റീരിയർ ആണ്. നല്ലൊരു കോംബോ ആണ് തീമാണ്. പിന്നെ മാത്രമല്ല ടയർ നോക്കുകയാണെങ്കിൽ ഒരു
ഒരു 80% നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ടയേഴ്സ് ഉണ്ട്, ടയേഴ്സ് എല്ലാം ഉള്ള വണ്ടിയാണ്. ലോ പ്രൊഫൈൽ ടയറാണ് വരുന്നത്. ചെറിയ ഒരു മേജർ വർക്കോ കാര്യമൊന്നുമില്ല, റെഗുലർലി നമുക്കൊരു റെഗുലർ വെഹിക്കിൾ ആണ്. അതെ, ഡെയിലി യൂസിന് പറ്റിയ വണ്ടിയാണ്. അത്യാവശ്യം മൈലേജ് ഏകദേശം ഒരു 20 അടുപ്പിച്ച് കിട്ടുമോ? മൈലേജ് ഉണ്ട്, 18 ഉണ്ട്. കിട്ടൂല്ലേ? 20 അടുപ്പിച്ച് നമുക്ക് കിട്ടും. നല്ല ഹൈവേയിലൊക്കെ ആണെങ്കിൽ മാക്സിമം മൈലേജ് കിട്ടുന്ന നല്ല ക്യൂട്ട് ആണ്, നല്ല പവറാണ്, നല്ല പവറുമാണ്. അതെ അതെ. എത്രയ്ക്ക് നമുക്ക് കൊടുക്കുകയും മുതൽ? 11,50,000, 11.5 ലക്ഷം രൂപ. 2015 60,000 കിലോമീറ്റർ മാത്രം ഓടി ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. 11.5 ലക്ഷത്തിന് കൊടുക്കുക. കേരള വണ്ടിയാണ്, അതർ സ്റ്റേറ്റ്. ഇത് ഡൽഹി രജിസ്ട്രേഷൻ നമ്പർ അവൈലബിൾ ആണ്. 11.5 ആസ് ഇറ്റ് ഈസ് ഡൽഹി രജിസ്ട്രേഷൻ ആയിട്ട് നമുക്ക്. ഓക്കെ. അപ്പൊ ഇന്നത്തെ ഒരു ഹൈലൈറ്റ് ഈ ഒരു വാഹനമാണ്, ജീപ്പിന്റെ കോമ്പസ്. വെറും 2000 കിലോമീറ്റർ മാത്രം ഓടിയ വണ്ടി. ഷോറൂമിൽ നിന്ന് ഇറക്കിയിട്ട് നേരെ നമ്മുടെ ഷോറൂമിൽ കയറി എന്ന് പറയാം അല്ലേ? ഓക്കെ. ഇതിന്റെ ഡീറ്റെയിൽ അതിന് 2022 ആണ്. ഓക്കെ. പെട്രോൾ ആണ്, ടോപ്പ് ഓഫ് ദ ലൈൻ വേരിയന്റ് ആണ്, ഓട്ടോമാറ്റിക് ആണ്. ഓക്കെ. ഓണർഷിപ്പ് സിംഗിൾ ഓണർ. ടയറൊക്കെ നോക്കുകയാണെങ്കിൽ അൺടച്ച്. വെറും 2000 കിലോമീറ്റർ മാത്രം ഓടിയ ടയർ. വണ്ടി എന്ന് പറഞ്ഞാൽ 2000 കിലോമീറ്റർ ആസ് ലൈക്ക് എ ബ്രാൻഡ് ന്യൂ. കാരണം 33-34 ലക്ഷം രൂപ ഓൺ ദ റോഡ് ആവുന്ന വണ്ടിയാണ്. അപ്പോൾ പുതിയ വാഹനം എടുക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഇതൊരു ബെനിഫിറ്റ് ആയിരിക്കും. കാരണം റേറ്റിൽ നല്ലൊരു മാറ്റം വരുത്തി കൊടുത്തുകൂടെ? ഓക്കെ. 2022 ഓപ്ഷൻ ഏതാണ്? ഇത് ഏറ്റവും ഫുൾ ഓപ്ഷൻ ആണ്. ഫുൾ ഓപ്ഷൻ അല്ലേ? സൺറൂഫ് കാര്യങ്ങൾ വരുന്നല്ലേ? സൺറൂഫ് ഒക്കെ വരുന്ന വണ്ടിയാണ്. ഇതിന് ഇന്റീരിയർ ഒക്കെ നോക്കുകയാണെങ്കിൽ ഇതിന്റെ ബോഡി ക്വാളിറ്റി, നമ്മൾ ഈ ഡോറൊക്കെ തുറക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ബിൽഡ് ക്വാളിറ്റി ഉള്ള ഒരു വണ്ടിയാണ് അല്ലേ? ഓക്കെ. ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ നല്ലൊരു വൈറ്റ് തീമിലാണ് വരുന്നത്. മാത്രമല്ല ഡാഷ് ബോർഡൊക്കെ ഒരു പ്രീമിയം, പക്ക പ്രീമിയം വാഹനം തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം. ഇത് അന്ന് ഓൺ റോഡ് എത്രയാണ്? 33.5 ലക്ഷം രൂപ. 33.5 ലക്ഷം അന്ന് ഇറങ്ങുന്നുണ്ട്. ഓക്കെ. ഓട്ടോമാറ്റിക് ആണ്. മൈലേജ് ഒരു 10-നുള്ളിൽ അല്ലേ? പെട്രോൾ ആണ്. എനിക്ക് എക്സാക്ട്ലി അറിയില്ല, 10-12 കിട്ടണം എന്തായാലും, അറിയില്ല കറക്റ്റാ. ഓക്കെ. അപ്പൊ എത്രയാണ് ആസ്കിന് വണ്ടിക്ക്? ഇത് ഫൈനൽ 25 lakhs ആണെങ്കിൽ കൊടുക്കാം. 25 lakhsന് പുതിയത് എടുക്കുന്നവർക്ക് ഏകദേശം 10 ലക്ഷം രൂപയോളം, ഓൾമോസ്റ്റ് 10 ലക്ഷം രൂപയോളം കുറച്ച് വെറും 2000 കിലോമീറ്റർ മാത്രം ഓടിയ വണ്ടി നമുക്ക് കൊടുക്കാം. നല്ലൊരു ബെനിഫിറ്റ് ആണ്. 2000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. അപ്പോൾ ആരെങ്കിലും ജീപ്പിന്റെ കോമ്പസ് പുതിയ നോക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും ഈ അവസരം മിസ് ചെയ്യരുത്. ഒറിജിനൽ കേരള ക്വാളിറ്റി വണ്ടി നമുക്ക് കിട്ടും. അപ്പോൾ നെക്സ്റ്റ് സൈഡ് നമുക്ക് റേഞ്ച് റോവറിന്റെ സ്പോട്ട് അല്ലേ? ഡിസ്കവറി സ്പോട്ട്. അതും ഒറിജിനൽ കേരള വണ്ടി. ഒറിജിനൽ കേരള 18 മാനുഫാക്ചറിംഗ് 19 രജിസ്ട്രേഷൻ ആണ്. സിംഗിൾ ഓണർ ആണ്. 40,000 കിലോമീറ്റേഴ്സ് ഓടിയിട്ടുണ്ട്. കേരള രജിസ്ട്രേഷൻ ആണ്. ജെനുവിൻ കേരള രജിസ്ട്രേഷൻ ആണ് വണ്ടി. ഈ വണ്ടിക്ക് എത്ര മൈലേജ് നമുക്ക് പ്രതീക്ഷിക്കാം? ഇതെല്ലാം ഒരു 16-17 അത്യാവശ്യം മൈലേജ് ഉള്ള ഒരു വണ്ടി. മൈലേജ് കിട്ടില്ല. പിന്നെ മെയിൻ്റെനൻസ് കോസ്റ്റ് പ്രീമിയം വാഹനമാണ്. പ്രീമിയം വാഹനക്ക് മെയിൻ്റെനൻസ് കോസ്റ്റ് ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എവറി 10 to 15,000 കിലോമീറ്ററിൽ ഒരു 40 to 50,000 കമ്പനിയിലാണെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും. തീർച്ചയായിട്ടും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു വാഹനമാണ്. ബോഡി ആയിക്കോട്ടെ, പിന്നെ കളർ ആയിക്കോട്ടെ, റെഡ് കളറാണ്. ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ ഫുൾ ഒരു ബ്ലാക്ക് തീമിലാണ് വരുന്നത്. നമുക്ക് ഡോർ പാഡ്സ്, അതുപോലെ തന്നെ ഡാഷ് ബോർഡ്, സ്റ്റിയറിംഗ് കൺട്രോൾസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഒരു മുഷ്ടിലോ കാര്യങ്ങളോ കേരള വണ്ടിയൊക്കെ നോക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ ഇത് നല്ലൊരു ഓപ്ഷനാണ്. കേരള വണ്ടി 7 സീറ്റർ ആണ്. പക്ഷേ 7 സീറ്റർ ബാക്കിലൊരു പക്കാ 7 സീറ്റർ എന്ന് പറയാൻ പറ്റില്ല, ബേബി സീറ്റ് ആണ്. പക്ഷെ എന്നാലും അഡ്ജസ്റ്റ് ചെയ്യാം. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരെ പുറകിലിട്ട് കൊണ്ടുപോകാനായിട്ട് 7 സീറ്റർ ആണ് ജസ്റ്റ് പറയാവുന്ന ഒരു വാഹനം കൂടിയാണ്. ഓക്കെ. അത്യാവശ്യം മൈലേജ് ലഭിക്കും. നല്ല മൈലേജ് ഉണ്ട്. മെയിൻ്റെനൻസ് സത്യം പറഞ്ഞാൽ ഈ വണ്ടിക്ക് കുറവാണ്. ഈ വണ്ടിക്ക് റേഞ്ച് റോവറിനകത്ത് ഈ ഡിസ്കവറി സ്പോർട്ടിന് മെയിൻ്റെനൻസ് കുറവാണ്. അത്യാവശ്യം മൈലേജ് കിട്ടില്ല. ഒരു ഫാമിലി കാർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഫാമിലി കാർ ആയിട്ട് ഇപ്പൊ 18-19 ഒക്കെ ആയിട്ട് കുറച്ച് മോഡലുള്ള വണ്ടിയാണ്. ഒരു ന്യൂ മോഡൽ ഫോർച്യൂണർ ഒക്കെ എടുക്കുന്നവർക്ക് ധൈര്യമായിട്ട് ഈ വണ്ടി എടുക്കാൻ പറ്റില്ല. നല്ലൊരു കംഫർട്ടും കാര്യങ്ങളുള്ള വണ്ടിയാണ്. കാണാൻ അത്യാവശ്യം ലുക്കാണ്. നല്ല റെഡി കൂടെ കൊണ്ടുപോയാൽ അത്യാവശ്യം നല്ലൊരു പ്രൗഡ് റെഡ് കളറാണ്. കമ്പനി മെയിൻറ്റൈൻഡ് ആണ്. എത്ര കൊടുക്കാം നമുക്ക്? ഇത് ഫൈനൽ നമുക്ക് 35 lakhsന് കൊടുക്കാം. 35 lakhs ഫൈനൽ. ഇത് ഇറങ്ങുന്ന സമയത്ത് ഏകദേശം ഒരു 80 lakhs ഓൺ റോഡ് ആയിക്കാം. 80 ലക്ഷത്തിന് ആ റേഞ്ച് വരുന്ന വണ്ടിയാണ്. ഫൈനൽ നമുക്ക് 35 lakhsന് കൊടുക്കാം. ഓക്കെ. അതർ ഒറിജിനൽ കേരള ലോൺ കിട്ടാൻ അവർക്ക് വേണമെങ്കിൽ നോക്കാം. ഇതിന് ചില ചാൻസ് ഉണ്ട്. മോഡൽ കൂടിയ വണ്ടിയാണ്. അപ്പൊ നെക്സ്റ്റ് ആയിട്ട് 7 സീറ്ററുകളിൽ ഒരു റിലയബിൾ ആയിട്ടുള്ള റൈറ്റ് അല്ലേ? വോൾവോ XC90. മാത്രല്ല ഈ ഒരു വാഹനം വോൾവോ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആദ്യം ഓടിയെത്തുന്ന സേഫ്റ്റിയാണ്. ഏത് തരത്തിലുള്ള റോഡ് കൂടെ പോയാലും എങ്ങനെ പോലും സ്റ്റെബിലിറ്റി, ഡ്രൈവിംഗ് കംഫർട്ട്, മാത്രമല്ല സേഫ്റ്റിക്ക് മുഖ്യം കൊടുക്കുന്ന ഒരു ഐറ്റാണ് വോൾവോ. അതിൽ XC90 ഒരു ഫാമിലിക്ക് ധൈര്യത്തോടു കൂടെ എങ്ങോട്ട് വേണമെങ്കിലും. അതെ, ഇതൊരു 7 സീറ്റർ ആണ്. അതായത് ഇപ്പോൾ പാസഞ്ചേഴ്സ് കൂടുതലുള്ള ആൾക്കാർക്ക് ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള 7 സീറ്റർ വണ്ടി. ഇതൊരു പക്കാ 7 സീറ്റർ ആണ്. അതെ, തീർച്ചയായിട്ടും. അതായത് ഇപ്പോൾ ഒരു GLS എടുക്കുന്ന കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ ഒരു X7 എടുക്കുന്ന കസ്റ്റമേഴ്സ് അതേ റേഞ്ചുള്ള ഒരു പക്കാ 7 സീറ്റർ ആണ്. ഓക്കെ. പിന്നെ ഏറ്റവും കൂടുതൽ ഫുള്ളി ഫീച്ചർ ഈ വോൾവോയ്ക്കകത്തുള്ള ഫീച്ചേഴ്സ് GLS-ലും ഉണ്ടാവില്ല, X7-ലും ഉണ്ടാവില്ല. ഓക്കെ. കാരണം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഈ വോൾവോയിലെ തന്നെ ഏറ്റവും ഫീച്ചർ വൈസ് കൂടുതൽ കാരണം ഇൻസ്ക്രിപ്ഷനും വരുന്നുണ്ട് മൊമെന്റോയും വരുന്നുണ്ട്. ഇത് ഇൻസ്ക്രിപ്ഷൻ എന്നുള്ള ഒരു മോഡലാണ്. ഇൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞ മോഡലാണ്. അതായത് ഇതിനകത്ത് ക്ലസ്റ്റർ ആയാലും ശരി, ഇന്റീരിയർ ആയാലും ശരി, ബാക്കിയുള്ള ഫീച്ചേഴ്സ് ആയാലും ശരി, ഓട്ടോ സ്റ്റോപ്പ് ഉണ്ട്, ഓട്ടോ ബ്രേക്ക് ഉണ്ട്. ഇതിന്റെ ഫീച്ചറിനെ പറ്റി പറയാൻ തന്നെ ഒരു ദിവസം എടുക്കും. അത്രത്തോളം ഫീച്ചേഴ്സ് ഉള്ള വണ്ടിയാണ്. പിന്നെ ഇത് മെയിൻറ്റെയിൻ വണ്ടിയാണ്, സിംഗിൾ ഓണർ വണ്ടിയാണ്. കറക്റ്റ് ഇതുവരെയും നമ്മുടെ കൊച്ചിയിലും ട്രിവാൻഡ്രത്തും ഒക്കെ ആയിട്ട് വണ്ടി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി. കാരണം ഈ വണ്ടി ട്രിവാൻഡ്രത്ത് ഉള്ള കസ്റ്റമർ തന്നെ വണ്ടിയാണ്. കേരള വണ്ടിയാണോ? ഇത് ബീഹാർ രജിസ്ട്രേഷൻ ആണ്, പക്ഷേ നമ്മുടെ കസ്റ്റമർ തന്നെ വണ്ടിയാണ്. അപ്പൊ നമ്മുടെ ഷോറൂമിൽ ഒട്ടുമിക്ക വണ്ടികൾ ഇവിടെ തന്നെ. ഞങ്ങളുടെ വണ്ടികൾ ഞങ്ങൾ കൽക്കട്ടയിലോ ബീഹാറിലോ എടുത്ത വണ്ടികളല്ല. ഞങ്ങളൊരു 2, 3, 4, 5 ഇയേഴ്സ് ആയിട്ട് കസ്റ്റമേഴ്സിന് കൊടുത്ത വണ്ടികൾ തന്നെ അവര് തിരിച്ച് കീപ്പ് ഓൺ അവർ എക്സ്ചേഞ്ച് ചെയ്യും, പുതിയ വണ്ടി അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയില്ലേ? ഇത് 4 ഇയേഴ്സ് ആയിട്ട് ഇവിടെ തന്നെയാണ് ഓടുന്നത്. ഓക്കെ, നമ്മുടെ കേരളത്തിൽ തന്നെയാണ് ഓടുന്നത്. അപ്പൊ നമ്മൾ കേരള തനിമയോട് കൂടെ കേരള തന്നെയാണ് വണ്ടി. കാരണം നമ്മളൊക്കെ വെഹിക്കിളൊക്കെ സർവീസ് ഹിസ്റ്ററി ചെക്ക് ചെയ്താൽ കൽക്കട്ടയോ ഡൽഹി അല്ല, അത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന കേരള ഷോറൂമുകളിൽ തന്നെയാണ്. വണ്ടി കറക്റ്റ് എത്ര കിലോമീറ്റർ? ഇത് 85,000 കിലോമീറ്റേഴ്സ് ഓടിയിട്ടുണ്ട്. 85 ജെനുവിൻ ഹിസ്റ്ററി, കമ്പനി ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. പിന്നെ വോൾവോ ആണ്. അപ്പൊ സേഫ്റ്റി നോക്കുന്നവർക്ക് ഇത് നല്ലൊരു അവസരം കൂടിയാണ്. അപ്പോൾ ഗൈസ്, എങ്ങനെയാണ് നമ്മളൊരു ഹൈ ക്വാളിറ്റി പ്രീമിയം എപ്പിസോഡ്? നിങ്ങളെ എല്ലാ വിവരങ്ങളും കമൻ്റായി രേഖപ്പെടുത്തുക. മാത്രമല്ല, ആരെങ്കിലും പ്രീമിയം വാഹനങ്ങൾ ചെറിയ പ്രൈസിൽ ക്വാളിറ്റി നോക്കി നടക്കുന്നുണ്ടെങ്കിൽ നേരെ നമ്മളുടെ ട്രിവാൻഡ്രത്തുള്ള ലിങ്ക് ഫോറിലേക്ക് പോകുന്നോളില്ലേ, നമ്മൾ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞു കൊടുക്കും. ട്രിവാൻഡ്രം എറണാകുളം ഹൈവേയിൽ തന്നെയാണ് ഈ ഷോറൂം തന്നെയാണ് വരുന്നത്. ഈ വാഹനങ്ങൾ മാത്രമല്ല, നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള പ്രീമിയം വാഹനങ്ങളാണെങ്കിലും ഇവർ അറേഞ്ച് ചെയ്ത് തരും. അപ്പർ പ്രീമിയം വാഹനങ്ങൾ വരെ. ഞങ്ങൾ ഈ വണ്ടിയല്ല നമ്മുടെ ഫോക്കസ്. അൽഹംദുലില്ലാഹ് നമ്മൾ വെക്കുന്ന വലിയ വണ്ടി തന്നെയാണ്. റോൾസ് റോയ്സ്, ഫെറാറി, ലംബോർഗിനി അങ്ങനെയുള്ള വണ്ടികൾ തന്നെയാണ് നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്ത് വെക്കുന്നത്. പാൻ ഇന്ത്യ നമുക്ക് ആക്സസ് ഉള്ളതാണ്. ബാംഗ്ലൂരും ചെന്നൈയിലും ഡൽഹിയിലൊക്കെ നമുക്ക് ഷോറൂമും ഓഫീസും ഉള്ളവരാണ്. പക്ഷെ ഇപ്പോൾ നമുക്ക് ഈ കേരള കസ്റ്റമേഴ്സിന് നമ്മൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്നുണ്ട്. പിന്നെ ഇനി ഒബ്വിയസ്ലി നമുക്ക് നിങ്ങൾക്ക് ഉടനെ തന്നെ ഒരു റോൾസ് റോയ്സിന്റെ ഒരു ലംബോർഗിനി വീഡിയോ ചെയ്യാനായിട്ട് നിങ്ങളെ വിളിക്കുന്നുണ്ട്. എന്തായാലും നിങ്ങൾ എന്തായാലും നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നിങ്ങളെ വീഡിയോയും കാര്യങ്ങളൊക്കെ. ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പോൾ ആർക്കെങ്കിലും ഇത്രയും നല്ല പ്രീമിയം വാഹനങ്ങൾ നോക്കുന്നുണ്ടല്ലോ, ഉടനെ തന്നെ നമ്മളെ ട്രിവാൻഡ്രത്തിലുള്ള ലിങ്ക് ഫോറിൽ വന്നോളി. ഇനി ലോണിന്റെ കാര്യം പറയുകയാണെങ്കിൽ അവർ തന്നെ ചെയ്യേണ്ടി വരും. കാരണം നമ്മൾ ലോൺ കാര്യം അറേഞ്ച് ചെയ്ത് തരുന്നില്ല, നിങ്ങൾക്ക് തന്നെ അന്വേഷിച്ച് ചെയ്യാവുന്നതാണ്. ഓൾമോസ്റ്റ് എല്ലാ വാഹനത്തിനും ലോൺ ഫെസിലിറ്റി അവൈലബിൾ ആയിട്ടുള്ള ഒരു വാഹനം കൂടിയാണ്. അപ്പോൾ ഇന്നത്തെ ഒരു ക്വാളിറ്റി എപ്പിസോഡ് നമ്മൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും തന്നെ ഈ എപ്പിസോഡ് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ വണ്ടി നോക്കുന്ന നിങ്ങളുടെ ഫാമിലിക്ക്, ഫ്രണ്ട്സിന് എല്ലാവർക്കും തന്നെ ഈ വീഡിയോ ഷെയർ ചെയ്തോളി. അപ്പോൾ അടുത്തൊരു കിടക്കാച്ച എപ്പിസോഡുമായിട്ട് കാണുന്നതുവരേക്കും ഗുഡ് ബൈ.